ഹലോ ഗൈസ്, നമ്മളൊരു കിട്ടിയ ടൂർണമെൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ടൂർണമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, കോമ്പറ്റീഷൻ. നമ്മുടെ ഏഷ്യ, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അവിടെ നിന്നൊക്കെ 8 രാജ്യത്തെ വെച്ചിട്ട് മീൻസ് നമ്മളൊരു ടൂർണമെൻറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ത്യയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഇന്ത്യനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, ഓരോ കോണ്ടിനെൻറ്റിൽ നിന്ന് ഓരോ ടീമാണ്. ഒരു ഗ്രൂപ്പിൽ 4 കോണ്ടിനെൻറ്റാണ് എടുത്തേക്കുന്നത്. സോ നമുക്ക് കുറേ സിമുലേറ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റത്തെ കളി നമ്മൾ നോർമൽ സിമുലേഷൻ ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് സിമുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 1-0 ഇംഗ്ലണ്ട് മുന്നിലാണ്. വെറും സൗത്ത് അമേരിക്കൻ ടീമാണ്. നോക്കാം ഗൈസ്. ഓക്കെ, ഇംഗ്ലണ്ട് ജയിച്ചിട്ടുണ്ട്. എന്തായാലും ഗ്രൂപ്പ് എയിൽ ഫസ്റ്റത്തെ കളി എന്തായാലും ഇംഗ്ലണ്ട് ജയിച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടി സിമുലേറ്റ് ചെയ്തേക്കാം. കുറേ കളികളുണ്ട് മാച്ച് ഡേ 1. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിമുലേഷൻ ചെയ്യാൻ പോവാണ് ഇനി. കാരണം നമുക്ക് കുറേ ടൈം എടുക്കും അതിന്. നമ്മളെന്തായാലും ഫുള്ള് ഗ്രൂപ്പിൽ കാണിക്കാനായിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. സോ ജസ്റ്റ് 2-3 മാച്ച് മാത്രം കാണിക്കാം. ഞാൻ ലാസ്റ്റത്തെ ഒരു 2 മാച്ചും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ ലാസ്റ്റ് 2 മാച്ചിൽ. ഒന്നാമത്തെ മാച്ച് സ്പെയിനും പറകുകയും. ആൻഡ് സ്പെയിൻ ജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റത്തെ കളി മൊറോക്കോയും ഖത്തറുമാണ്. ഇതിനകത്ത് പ്ലെയേഴ്സിൻ്റെയൊക്കെ അൺനോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിമിൽ ഇങ്ങനെ സിമുലേഷൻ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. ഒക്കെ ഡ്രോ ആയിട്ടുണ്ട് എന്നാലും നോക്കുവാണെങ്കിൽ സ്പെയിനും പറകുകയും ക്വാളിഫൈ ആയിട്ടുണ്ട്. മൊറോക്കോ, ഖത്തർ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ജി നോക്കണം. ഓക്കെ, ഗ്രൂപ്പ് ജിയിൽ ജപ്പാനാണ് ഈ ടോപ്പിലെത്തിയത്. ജപ്പാനും പോർച്ചുഗലും ടോപ്പിൽ. ഗ്രൂപ്പ് എഫിൽ ക്രൊയേഷ്യ, അർജൻറ്റീന, പിന്നെ കൊളംബിയ, ഫ്രാൻസ്, ഉറുഗ്വയ്, ജർമ്മനി, ഈജിപ്ത്, ഇക്വഡോർ, ഇന്ത്യ എല്ലാ കളിയും പൊട്ടി. ഇറ്റലി, ബ്രസീൽ, ഇംഗ്ലണ്ട്, പെറു. ഇങ്ങനെയാണ് നിലവിലുള്ള ഇത് നിൽക്കുന്നത്. സോ നമുക്കിനി ക്വാർട്ടർ ഫൈനൽ അല്ല റൗണ്ട് ഓഫ് 60 ആണുള്ളത്. റൗണ്ട് ഓഫ് 60 നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ കളി ഇംഗ്ലണ്ടും ബ്രസീലും. ഇംഗ്ലണ്ടിനെ പുറത്താക്കിയിട്ടുണ്ട് എന്തായാലും ബ്രസീൽ റൗണ്ട് ഓഫ് 16. ഇനിയുള്ളത് ഈജിപ്തും ജർമ്മനിയും. ഓക്കെ, അതൊക്കെ ഞാൻ ജസ്റ്റ് സിമുലേറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് സിമുലേറ്റ് ആക്കാം. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇറ്റലി ജയിച്ചിട്ടുണ്ട് എന്തായാലും. ഇനി ഇക്വഡോർ ഉറുഗ്വയ് മാച്ചാണ്. അത് മിക്കവാറും ഉറുഗ്വയ് ആയിരിക്കും. ഓക്കെ, ഉറുഗ്വയ് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രാൻസ്, ക്രൊയേഷ്യ അതാരാവോ ജയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോർച്ചുഗൽ, സ്പെയിൻ. ഇത് മിക്കവാറും സ്പെയിൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി പോർച്ചുഗൽ ജയിച്ചേക്കാം. ഓക്കെ, സ്പെയിൻ ജയിച്ചിട്ടുണ്ട് എന്തായാലും. റൗണ്ട് ഓഫ് 16 പോർച്ചുഗലിനെ പുറത്താക്കി. ഇനി നമ്മൾ ബ്രസീലും ഈജിപ്തുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിലെ ഫസ്റ്റ് മാച്ചാണ്. നമുക്ക് നോക്കുവാണെങ്കിൽ ബ്രസീലായിരിക്കും ജയിക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, 4-1 ബ്രസീൽ ജയിച്ചിട്ടുണ്ട്. ഇനി അർജൻറ്റീനയും ജപ്പാനും തമ്മിലുള്ള മാച്ചാണ്. അത് അർജൻറ്റീന തന്നെ ആയിരിക്കും. ഓക്കെ, അർജൻറ്റീന ജയിച്ചിട്ടുണ്ട് എന്തായാലും. ആൻഡ് ഇറ്റലി, ഉറുഗ്വയ് അറിയില്ലേ, ഇറ്റലി ജയിച്ചിട്ടുണ്ട്. ഇനി സ്പെയിനും ഫ്രാൻസും. ഇത് മേ ബി സ്പെയിൻ ആയിരിക്കും. കറൻറ്റ്ലി സ്പെയിൻ കുറച്ചുകൂടി പവർഫുൾ ആണല്ലോ. ഓക്കെ, പെനാൽറ്റിയിൽ ഫ്രാൻസ് ജയിച്ചിട്ടുണ്ട്. ഇനി ബ്രസീൽ, അർജൻറ്റീന. അതായത് ഒരു യൂറോപ്പിലെ 2 ടീമും സൗത്ത് അമേരിക്കയിലെ 2 ടീമും തമ്മിലുള്ള സെമി ഫൈനലാണ് സോ മിക്കവാറും ബ്രസീലാണോ അർജൻറ്റീന ആയിരിക്കും. ഓക്കെ, 2-0 അർജൻറ്റീന ജയിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റലി, ഫ്രാൻസ് ആരായിരിക്കും ഇറ്റലി ആണോ? അല്ല ഫ്രാൻസ് ആണ്. നമ്മൾ വേൾഡ് കപ്പ് മാതിരി ഒരു ഫൈനലാണ് വന്നേക്കുന്നത്. ആൻഡ് ബ്രസീൽ, ഇറ്റലി ആരായിരിക്കും ബ്രസീലായിരിക്കും തോന്നുന്നു. ഇറ്റലി തേർഡായിട്ടുണ്ട് നമ്മളെ ടൂർണമെൻറ്റിൽ. ആൻഡ് അർജൻറ്റീന, ഫ്രാൻസ് അത് നമുക്ക് നോർമലായിട്ട് വേണോ? ഓക്കെ, നോർമൽ സിമുലേഷൻ നടത്താം ഓക്കെ, നോക്കാം. ആരും ഗോൾ അടിച്ച് കാണുന്നില്ല. ഓക്കെ, അർജൻറ്റീന ഫസ്റ്റ് മിനിറ്റ് തന്നെ ഒരു ഗോളൊക്കെ, ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഗോൾ അടിച്ചില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആൻഡ് ആരും ഇപ്പോൾ ഗോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഫ്രാൻസ് തിരിച്ചൊരെണ്ണം അടിച്ചു. അർജൻറ്റീന ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. കളി ഏകദേശം തീരാനായി. മിക്കവാറും അർജൻറ്റീന ആയിരിക്കും
അർജൻറ്റീന എന്തായാലും ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് അർജൻറ്റീന ജയിച്ചിട്ടുണ്ട് ഗൈസ്. അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനിയും കുറച്ചുകൂടി കിടലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഒന്നാമത് മീൻസ് ചാമ്പ്യൻ അർജൻറ്റീന, തേർഡ് ഇറ്റലി ആൻഡ് സെക്കൻഡ് ഫ്രാൻസാണ് ഗൈസ് വന്നേക്കുന്നത്.